ശരി, ഡോക്ടർ ജെ പ്രമീള ദേവി, ഇപ്പോൾ മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് BJP പ്രക്ഷോഭത്തിലാണ്, പ്രതിഷേധത്തിലാണ്, തെരുവിൽ സമരങ്ങളുണ്ട്. ഇന്ന് യുവമോർച്ചയുടെ പ്രതിഷേധം, ശക്തമായ പ്രതിഷേധമൊക്കെ, കൊല്ലത്തൊരു വ്യത്യസ്ത പ്രതിഷേധവും നമ്മൾ കാണുകയൊക്കെ ചെയ്തിരുന്നു. 2 കോഴികളുമായിട്ടുള്ള പ്രതിഷേധമൊക്കെ കണ്ടു. അപ്പോൾ ആ പ്രതിഷേധം അവിടെ തുടരുമ്പോൾ നിങ്ങൾ മുകേഷിന്റെ വിഷയം ഒരു രാഷ്ട്രീയ വിഷയമായിട്ടാണോ കാണുന്നത്, അതോ ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള പുഴുക്കുത്തുകളെ എല്ലാം നീക്കി അത് ശുദ്ധീകരിക്കണം എന്നൊരു അഭിപ്രായത്തോടു കൂടിയുള്ള പ്രതിഷേധമാണോ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് സ്മൃതി. സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങളിൽ ആരോപിതനായ ശ്രീ മുകേഷ്, അദ്ദേഹം ഈ നാട് ഭരിക്കുന്ന, നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിൻ്റെ ഭാഗമാണ്. അദ്ദേഹം നിയമനിർമ്മാണ സഭയിലെ അംഗമായ ജനപ്രതിനിധിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ ഇങ്ങനെ ഒരു ആരോപണം വന്ന നിലയ്ക്ക് അദ്ദേഹം അതിൽ നിന്ന് രാജിവെച്ച് മാറി നിന്ന് അന്വേഷണത്തെ നേരിടുക തന്നെയാണ് വേണ്ടത്. ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, സീസേഴ്സ് വൈഫ് ഷുഡ് ബി എബവ് സസ്പീഷ്യൻ. അധികാര സ്ഥാനങ്ങളിലിരിക്കുന്നവർ, ഉന്നത പദവികളിലിരിക്കുന്നവർ ആരോപണത്തിൻ്റെ ചെളിപ്പാടുകൾ തെറിക്കാതെ മാറി നിൽക്കണം എന്നതാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് അദ്ദേഹം മാറി നിൽക്കണം. സ്ത്രീകൾക്കെതിരെ കുറ്റകൃത്യം ചെയ്തു എന്ന് പരാതിക്കാരി മുൻപിൽ വന്ന നിലയ്ക്ക് മാറി നിന്ന് മാതൃക കാണിക്കേണ്ടതുണ്ട് ശ്രീ മുകേഷ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും BJPയെ സംബന്ധിച്ചിടത്തോളമില്ല. മാത്രവുമല്ല, ഇതിനെ ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തോടെയല്ല ഞങ്ങൾ സമീപിക്കുന്നത്. തീർച്ചയായും സിനിമ പോലെ കോടിക്കണക്കിന് രൂപ മുടക്കി ചെയ്യുന്ന ഒരു വലിയ വ്യവസായ മേഖല, പ്രത്യേകിച്ച് അതിൽ 90% ആളുകളും ശുദ്ധമായ കൈകളുള്ളവരായിരിക്കാം. അവരുടെ പേരിൽ കൂടി, അവരുടെ നേർക്കുകൂടി ചെളിവാരി എറിയപ്പെടുന്ന ഈ പശ്ചാത്തലത്തിൽ കുറ്റാരോപിതർ മാറി നിൽക്കുക എന്നതല്ലേ ഏറ്റവും അത്യാവശ്യമായ കാര്യം. അങ്ങനെയാണെങ്കിൽ സർക്കാർ പറയുന്ന അതേ നിലപാട് എങ്ങനെയാണ് BJPയുടെ കേന്ദ്രമന്ത്രിക്ക് സുരേഷ് ഗോപിക്ക് ഉണ്ടായത്? കോടതി പറയട്ടെ, കോടതി പറയുന്നത് പോലെ ആകട്ടെ. മുകേഷിന്റെ കാര്യത്തിലും അങ്ങനെയാണ് ആദ്യം പ്രതികരിച്ചത്. പിന്നത്തെ പ്രതികരണമൊക്കെ നിങ്ങളും കണ്ടല്ലോ എങ്ങനെയായിരുന്നു എന്നുള്ളത്. അല്ല, അത് അദ്ദേഹം ഒരു ചലച്ചിത്ര പ്രവർത്തകൻ, ദീർഘകാലത്തെ ചലച്ചിത്ര മേഖലയിലെ തൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി അദ്ദേഹത്തിനുണ്ടായ ചില കാഴ്ചപ്പാടുകൾ, ഒരു ചലച്ചിത്ര പ്രവർത്തകൻ എന്ന നിലയ്ക്കാണ് അദ്ദേഹം അവിടെ പ്രതികരിച്ചത്. അല്ലാതെ BJPയുടെ കേന്ദ്രമന്ത്രി എന്ന നിലയിലായിരുന്നില്ല. BJP എന്ന രാഷ്ട്രീയ കക്ഷിയുടെ ചലച്ചിത്ര പ്രവർത്തകൻ എന്ന നിലയ്ക്കാനുള്ള വോട്ടാണ് തനിക്ക് കിട്ടിയതെന്നും BJPക്കാരനായിട്ടുള്ള വോട്ടല്ല തനിക്ക് കിട്ടിയതെന്നും മുകേഷ് അന്ന്, ക്ഷമിക്കണം, സുരേഷ് ഗോപി അന്ന് പറഞ്ഞത് ശരിയാണല്ലേ? അല്ല, അത് ശരിയാണെന്നല്ല, അതും ഇതുമൊക്കെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണെന്നാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം ഒരു ചലച്ചിത്ര പ്രവർത്തകൻ എന്ന നിലയിൽ ചിന്തിച്ചത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു അഭിപ്രായം. അദ്ദേഹം ഓരോ സമയത്ത് എന്താണ് ചിന്തിക്കുക എന്ന് എങ്ങനെയാണ് നമ്മൾ ഗണിച്ചു നോക്കുക? ശ്രീമതി പ്രമീള ദേവി, അദ്ദേഹത്തിന്റെ ചിന്ത ആ സമയത്ത് അദ്ദേഹം ഏത് അവതാരത്തിലാണ് എന്ന് നമ്മൾ എങ്ങനെയാണ് ഗണിച്ചറിയുക? ഓരോ സമയം ഓരോ അവതാരത്തിലാണല്ലോ. അല്ല സ്മൃതി, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വീട്ടിലെ കാര്യം ചോദിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വീട്ടിലെ കാര്യം ചോദിക്കണം, പാർട്ടി ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ പാർട്ടിയുടെ കാര്യം ചോദിക്കണം, AMMയുടെ ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ മാത്രമേ സിനിമാ കാര്യം ചോദിക്കാൻ പാടുള്ളൂ. അത്രേ ഒക്കെ നടക്കണ കാര്യമാണോ? അതെ അതെ അല്ല സ്മൃതി, അദ്ദേഹം പറഞ്ഞ അഭിപ്രായത്തോട് എനിക്ക് യാതൊരു യോജിപ്പുമില്ല. അങ്ങനെയാണെങ്കിൽ കേസും കൊടുത്തിട്ടുണ്ട്, അതിൽ യോജിപ്പുണ്ടോ? ഡോക്ടർ ജെ പ്രമീള ദേവി, താങ്കളുടെ വ്യക്തിപരമായ എതിർപ്പല്ല, ഇതിലൊക്കെ BJPയുടെ നിലപാട് എന്താണ്? ഈ ഒരു രാഷ്ട്രീയ പ്രവർത്തകരായി രംഗപ്രവേശം ചെയ്യുക, അങ്ങനെ വോട്ട് നേടി, ജനങ്ങളുടെ വോട്ട് നേടി ജയിക്കുക, അങ്ങനെ കേന്ദ്രമന്ത്രി ആവുക, കേന്ദ്രമന്ത്രി ആയ ശേഷം പിന്നെ ചോദ്യങ്ങളൊന്നും പാടില്ല, എൻ്റെ അടുത്തേക്ക് ആരും വരരുത്, ഞാൻ വേറൊരു പ്രതിഭാസമാണ് എന്ന മട്ടിൽ തട്ടിമാറ്റിക്കൊണ്ട് പോവുക, എന്നിട്ട് മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്യുക, എന്നിട്ട് തിരിച്ച് കേസ് കൊടുക്കുക. എവിടത്തെ നീതിയാണ്? അല്ല സ്മൃതി, ഞാൻ മറുപടി പറഞ്ഞോട്ടെ? എനിക്ക് പറയാൻ അവസരം തരാതെയാണ് സ്മൃതി ഇടയിൽ കയറി പറഞ്ഞത്. ഞാൻ വളരെ കാര്യമായി തന്നെ താങ്കൾ പറഞ്ഞത് ക്ഷമയോടെ കേട്ടിരുന്നു. താങ്കൾ ചോദിച്ച ഒരു ചോദ്യം, അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ചിന്ത എന്താണെന്ന് അതാത് സമയത്ത് നമ്മൾ എങ്ങനെ ഗണിച്ചറിയും?
നമുക്കെന്നല്ല ആർക്കും ഗണിച്ചറിയാൻ പ്രത്യേകിച്ച് മാർഗമൊന്നുമില്ല. അദ്ദേഹം സംസാരിക്കേണ്ടത്, ഈ വിഷയത്തിൽ അദ്ദേഹം സംസാരിക്കേണ്ടത് നിസ്സംശയം ഞാൻ പറയട്ടെ, അദ്ദേഹം BJPയുടെ ജനപ്രതിനിധി എന്ന നിലയ്ക്കും കേന്ദ്രമന്ത്രി എന്ന നിലയ്ക്കും തന്നെയാണ് അദ്ദേഹം പ്രതികരിക്കേണ്ടിയിരുന്നത്. പക്ഷേ അദ്ദേഹം ആ സമയത്ത് താനൊരു ചലച്ചിത്ര പ്രവർത്തകനാണ് എന്ന മട്ടിലാണ് അദ്ദേഹം പ്രതികരിച്ചത്. എന്നാൽ പാർട്ടിയുടെ നിലപാട് എന്താണെന്ന കാര്യം യാതൊരു അർത്ഥശങ്കയുമില്ലാതെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞിട്ടുണ്ട്. ശ്രീ സുരേഷ് ഗോപി ശ്രീ മുകേഷിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് പറഞ്ഞു, സംരക്ഷിച്ചുകൊണ്ട് പറഞ്ഞു എന്നതുകൊണ്ട് അതാണ് BJPയുടെ നിലപാട് എന്ന് താങ്കൾക്ക് പറയാൻ സാധിക്കില്ല. BJPയുടെ നിലപാട് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് BJPയുടെ നിലപാട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയിൽ നിന്ന് നമുക്ക് അറിയാൻ പറ്റില്ല അല്ലേ? അല്ല, അതൊരു പൊതു പ്രമാണമായി, ഒരു ജനറൽ പ്രിൻസിപ്പിളായി നമുക്ക് പറയാൻ പറ്റില്ല. ഒരിക്കലും BJPയുടെ നിലപാട് കേന്ദ്രമന്ത്രിയിൽ നിന്ന് അറിയാൻ പറ്റില്ല എന്ന ഒരു ടെംപ്ലേറ്റ് നമ്മൾ സൃഷ്ടിക്കുകയല്ല. ഡോക്ടർ ജെ പ്രമീള ദേവി, ഞാനൊരു സംശയം ചോദിക്കട്ടെ. അദ്ദേഹം ഒരു സിനിമാ പ്രവർത്തകൻ എന്ന രീതിയിൽ പ്രതികരിച്ചു എന്നാണല്ലോ താങ്കൾ പറഞ്ഞത്. ഈ സിനിമാ പ്രവർത്തകർക്കെല്ലാം ആശങ്കയുണ്ട് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട്. ഇനി ആരൊക്കെയാണ് പവർ ഗ്രൂപ്പ് എന്നുള്ള പേരുകളും പുറത്തു വന്നിട്ടില്ല. അപ്പോൾ ഇനി പവർ ഗ്രൂപ്പിൽപ്പെട്ട ഒരു വ്യക്തിയാണോ അദ്ദേഹം? അതിന്റെ ഭാഗമായിട്ടുള്ള രോഷമാണോ അത്? അല്ല, സംശയിച്ചുകൂടെ ശ്രീമതി സ്മൃതി, നമുക്ക് അത്തരം ഞാൻ പറയട്ടെ, അത്തരം കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ആർക്കാണ് പറയാൻ പറ്റുക? പവർ ഗ്രൂപ്പ് ഉണ്ട് എന്ന് പറയുന്നു, ഉണ്ടോ ഇല്ലയോ? നമുക്ക് എങ്ങനെയാണ് കൃത്യമായ ഉത്തരം പറയാൻ പവർ ഗ്രൂപ്പിൽ? നമ്മൾ പറയണ്ടേ, ഹേമ കമ്മിറ്റി പറഞ്ഞിട്ടുണ്ട് പവർ ഗ്രൂപ്പ് ഉണ്ട് എന്ന്. ഹേമ കമ്മിറ്റി അത് സ്റ്റേറ്റ്മെന്റ് ആണ്, ഉണ്ട് എന്ന് തന്നെയാണ്. അതിൽ ആരൊക്കെ എന്നുള്ള പേരുകൾ ഹേമ കമ്മിറ്റിക്ക് അറിയാം, സർക്കാരിനും അറിയാം, നമുക്കേ അറിയാത്തുള്ളൂ. അതെ, നമുക്കറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് നാം നടത്തുന്ന പ്രസ്താവനകളെല്ലാം തന്നെ നമ്മുടെ അഭ്യൂഹങ്ങളല്ലേ. ഇന്നയാരുണ്ടായിരിക്കും, ഇന്നയാൾ നിർബന്ധമായും കാണും, ഇന്നയാരു കൂടി അതിനകത്ത് ഉണ്ടാവേണ്ടതല്ലേ? ഇതൊക്കെ നമ്മുടെ ആലോചനകളും അഭ്യൂഹങ്ങളുമാണ്. താങ്കളോ ഞാനോ ഞാനതിൽ മറ്റൊരു ആരോപണത്തിലും അദ്ദേഹമുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ പറഞ്ഞ ആകെ കാര്യം ഈ പവർ ഗ്രൂപ്പിലുണ്ടോ. ഈ പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ നടപ്പാക്കാനുള്ള ആ ഒരു ശക്തിയുള്ള ഗ്രൂപ്പാണല്ലോ. ആ ഗ്രൂപ്പിന്റെ പ്രവർത്തനത്തിന്റെ ശക്തിയാണല്ലോ സർക്കാരിന്റെ നിലപാടിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രമീള ദേവി, അതെ 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 അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഏതൊക്കെ ഗ്രൂപ്പിൽ ആരൊക്കെയുണ്ടെന്ന്, ഏതൊക്കെ കാര്യങ്ങളിൽ ആരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ഇതിനെ സംബന്ധിച്ചൊന്നും കൃത്യമായ വിവരങ്ങൾ നമുക്ക് കിട്ടിയിട്ടില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം വേട്ടക്കാരുടെ പേരുകളല്ല ഇതുവരെയും പുറത്തു വന്നിട്ടുള്ളത്. പരാതിക്കാരികൾ നേരിട്ട് വന്ന് സമൂഹ മാധ്യമങ്ങളിലും ചാനലുകളിലും പൊതുസമൂഹത്തിലും കൊടുക്കുന്ന പരാതികളിലൂടെ, വെളിപ്പെടുത്തലുകളിലൂടെയുള്ള വേട്ടക്കാരുടെ പേരുകൾ മാത്രമാണ് നമുക്ക് മുൻപിലുള്ളത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ആരെയൊക്കെയാണ് കുറ്റക്കാരായി കണ്ടെത്തിയിട്ടുള്ളതെന്നോ ആരൊക്കെയാണ് പവർ ഗ്രൂപ്പിൻ്റെ നിയന്താക്കൾ എന്നതോ ഇതുവരെയും നമുക്ക് ആർക്കും അറിയില്ല. അതുകൊണ്ട് നമുക്ക് ആ കാര്യത്തെ സംബന്ധിച്ച് നമ്മൾ പൂർണ്ണമായ ഇരുട്ടിലാണ്. നമ്മുടേതൊക്കെ അഭ്യൂഹങ്ങളും ചിന്തകളും ആലോചനകളും സംശയങ്ങളും ആശങ്കകളും മാത്രമാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇത്രയെങ്കിലും പുറത്തു വന്നത് എത്രമാത്രം സമ്മർദ്ദം ചെലുത്തിയിട്ടാണെന്ന് നമുക്കറിയാം. സർക്കാർ എത്ര വലിയ വിമുഖതയാണ്, വിസമ്മതമാണ് കാണിച്ചുകൊണ്ടിരുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരാൻ. 4.5 കൊല്ലം പൂഴ്ത്തിവെക്കപ്പെട്ട, മേശയ്ക്കടിയിൽ പൂഴ്ത്തിവെക്കപ്പെട്ട ഒരു റിപ്പോർട്ട് ഒടുക്കം ഭാഗികമായെങ്കിലും പുറത്തു വരുന്നതിന് എത്രമാത്രം സാമൂഹിക നിയമപരമായ സമ്മർദ്ദം വേണ്ടി വന്നു. ഈ സാഹചര്യത്തിൽ ശ്രീ മുകേഷ്, അദ്ദേഹം ജനപ്രതിനിധിയും നിയമനിർമ്മാണ സഭയുടെ ഭാഗഭാക്കുമായതുകൊണ്ട് മാതൃകാപരമായി രാജിവെച്ച് മാറി നിന്നുകൊണ്ട് സമൂഹത്തിന്റെ വിശ്വാസ്യത പുനഃസ്ഥാപിക്കേണ്ടതുണ്ട്. ഇടതുപക്ഷ സർക്കാർ അവർ അവകാശപ്പെടും പോലെ ഹൃദയപക്ഷത്തും സ്ത്രീപക്ഷത്തുമാണെന്ന് തെളിയിക്കാനുള്ള ഒരു മികച്ച സന്ദർഭം കൂടിയാണ് അവർക്കിത്. പറഞ്ഞിട്ടുണ്ട്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.